8 വർഷവും 10 മാസങ്ങൾക്ക് മുൻപ് കേരളം നടുങ്ങിയ ഒരു കുറ്റകൃത്യം. തിരക്കുള്ള നഗരവീഥിയിൽ വെച്ച് നിസ്സഹായയായ ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട കേസായിരുന്നു. രാജ്യത്തെ തന്നെ ആദ്യത്തെ കൊട്ടേഷൻ ട്രപ്പ് എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ കേസായിരുന്നു. ആ കേസിൽ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം 3 തവണ അനധികൃതമായി ജുഡീഷ്യറിയിൽ നിന്ന് ചോർന്നുപോയ കേസായിരുന്നു. 2 തവണ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വിചാരണ കോടതിയുടെ നടപടികളിൽ വിയോജിപ്പ് അറിയിച്ച് 2 പ്രോസിക്യൂട്ടർമാരും പിന്തിരിഞ്ഞു പോയ കേസായിരുന്നു. 8 വർഷവും 10 മാസത്തിനും ശേഷം വിധി വന്നിരിക്കുന്നു കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ. ഇതാണോ കേരളം കാത്തിരുന്ന വിധി? ഒരു നഗരവീഥിയിൽ നിസ്സഹായയായ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കിയ കുറ്റവാളികൾക്ക് ആശ്വാസമേകുന്ന വിധിയാണോ കേരളം കാത്തിരുന്ന വിധി? വലിയ കുറ്റകൃത്യത്തിന് ഏറ്റവും ലഘുശിക്ഷ നൽകുന്നത് കേരളത്തിന്, ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുക? വലിയ കുറ്റകൃത്യത്തിന് ചെറിയ ശിക്ഷയോ? പരമാവധി ശിക്ഷ അർഹിക്കുന്നില്ലേ ഈ പ്രതികൾ? വൻ മീനുകൾ വലയ്ക്ക് പുറത്തായ കേസല്ലേ? നിരാശപ്പെടുത്തുന്ന വിധിയിൽ എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്താൻ കഴിയുക? വിധി തെറ്റായ സന്ദേശം നൽകില്ലേ? കുറ്റവാളികൾക്ക് മാത്രം ലഭിച്ച നീതിയായി വ്യാഖ്യാനിക്കില്ലേ? ഈ വിധിന്യായത്തോടുകൂടി നീതിയെക്കുറിച്ചുള്ള നമ്മളുടെ ബോധ്യങ്ങൾ മാറി മറയുമോ?